ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റീം അയൺ ആണ്. ഇതിന്റെ കംപ്ലൈന്റ് തെർമോസ്റ്റാറ്റ് കട്ടാവുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ഏതായാലും തുണി അയൺ ബോക്സിൽ പിടിക്കുകയാണ്, ഉരുകി പിടിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കണം. ഇത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം അഴിച്ചു നോക്കിയിട്ടുള്ളതാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സ്ക്രൂ കമ്പനി അത് ഒളിപ്പിച്ച് വെച്ചേക്കുക. ഒരു സ്ക്രൂ ഇതാണ്. ഇത് നമുക്ക് എല്ലാ അയൺ ബോക്സിലും ഇങ്ങനെ ഒരു ഭാഗത്തൊരു സ്ക്രൂ കാണും, അത് അഴിച്ചെടുക്കാം. പക്ഷെ വേറെ സ്ക്രൂ ഉണ്ട്, അത് ഈ നോബിന്റെ അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നോബ് പൊക്കിയെടുക്കണം. പൊക്കിയെടുക്കുമ്പോൾ അതിന്റെ അടിയിൽ ചെറിയ രണ്ട് കാലുണ്ട്, ആ കാല് പൊട്ടിപ്പോവും. വെറും ഫ്രഷ് നോബാണ് ഇടേണ്ടത്. അങ്ങനെയാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ വിവരം കിട്ടിയത്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കാൻ മാത്രമേ ഞാൻ ടെക്നിക്ക് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. ആദ്യമായിട്ട് ഈ നോബ് പൊക്കിയെടുക്കണം. ഇതേ രീതിയിൽ ഈ നോബ് പൊക്കിയെടുക്കണം. നോബിന് അടിയിൽ രണ്ട് സ്ക്രൂ ഉണ്ട്. ഇതും സാധാരണ എല്ലാ അയൺ ബോക്സിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇവിടെ ഈ ഭാഗത്ത് രണ്ട് സ്ക്രൂ ആണ്. ഇനി ബാക്കിലാണ് സ്ക്രൂ. സ്ക്രൂ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി കവറ് എടുക്കാം. ഇനി ഈ ഭാഗത്ത് ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഈ കവറ് ഊരി പോരും. ബാക്കി വയറ് പിടിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിടിച്ചാൽ മതി. ഈ സ്ക്രൂ അഴിക്കണം. പിന്നെ ഇതിനകത്ത് ഈ നോബ് പൊക്കിയെടുക്കണം. വീതി പറഞ്ഞൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇവിടെയാണ് ഈ സ്ക്രൂ ഉണ്ടെന്ന് വെച്ചാൽ ഈ നോബ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിന് രണ്ട് ചെറിയ കാലുണ്ട് ഈ സൈഡിൽ, ഈ കാണുന്ന ചെറിയ കാല്. അതേ രീതിയിൽ രണ്ട് കാല് ഈ ഭാഗത്തും ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പൊക്കിയെടുത്തപ്പോൾ അതങ്ങ് കടന്നുപോയി. പിന്നെ ഈ സാധനം അവിടെ ഉറച്ചിരിക്കില്ല, അവിടെ ഇരിക്കില്ല. അപ്പൊ അതിന് ഞാൻ ഇതിനകത്ത് ചെയ്തതെന്നാന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പിൽ ഒരു ചെറിയ സ്പ്രിങ് ഉണ്ടാക്കിയിട്ടു ഒരു ഹോള് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടേക്കുക. ഈ ഒരു കമ്പി സ്പ്രിങ്ങിന്റെ ഒരു തുമ്പാണ്. അടുത്ത പീസിൽ അങ്ങനെ തന്നെ ചെയ്തു. ഈ ഭാഗത്തുള്ള കാലാണ് നടന്നു പോയേക്കണേ. അപ്പൊ നമ്മളിവിടെ തന്നെ ഒരു ചെറിയ ഹോൾ ചെയ്തിട്ട് ഇവിടുന്ന് മുതൽ ഇവിടം വരെ നീളമുള്ള ഒരു ചെറിയ സ്പ്രിങ് ഉണ്ടാക്കിയിട്ട് അതിന്റെ തുമ്പ് ഈ ഭാഗത്തേക്ക് പുറത്തേക്ക്, ഈ ഹോളിയുടെ പുറത്തേക്ക് ഇട്ടു. അപ്പൊ സ്പ്രിങ്ങായിട്ടുള്ള ഭാഗം ഇതിനകത്തായിരുന്നു ഇരിക്കുന്നത്. അത് പൊങ്ങിപ്പോരാതിരിക്കാനായിട്ട് ഇവിടെ ഒരു പേപ്പറോടെ ജാമാക്കി ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ സ്പ്രിങ്ങിന്റെ ഈ തുമ്പ് ഇങ്ങനെ ഞെക്കി വെച്ച് അതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കിയിടാം. അപ്പോൾ വീണ്ടും അതിങ്ങനെ പുറത്തേക്ക് വന്നോളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഈ നോബ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സ്ക്രൂകളെല്ലാം അഴിച്ചു കഴിഞ്ഞു. ഇനി ഈ പീസ് ഇങ്ങനെ എടുക്കാം. ഇവിടെ ഈ പിൻ ചെയ്യുന്ന ഒരു നോബുണ്ട്, വെച്ചെടുത്തു. ഒരു സ്ക്രൂടെ നമുക്ക് അഴിക്കാണ്ടായിരുന്നു, അത് വിട്ടുപോയതാണത്. ഇവിടെയാണ് ആ സ്ക്രൂ ഇരിക്കുന്നത്. ഇതാണ് അതിന്റെ പ്ലേറ്റിലേക്ക് നേരിട്ട് കയറുന്ന സ്ക്രൂ ആണ്. ഇതാണ് അതിന്റെ ഇൻഡിക്കേറ്റർ ന്യൂൺ ബൾബ്.
ഈ ഭാഗത്തോടെയാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഇത് രണ്ട് ഇവിടെ ആണ് നോബ് ഇങ്ങനെ പ്രസ് ആവുന്നത്. ഇത് തുറന്ന് നോക്കാം. ഇതാണ് സ്റ്റീം അയണിന്റെ അകത്തെ ഭാഗം. ഇതിനകത്തോടെയാണ് കോയിൽ ഇരിക്കുന്നത്. പിന്നെ ഈ ടാങ്കിൽ നിന്ന് വെള്ളം ഈ ഹോള് വഴി ഇതിനകത്തേക്ക് ഇറങ്ങും. അന്നേരമാണ് അത് ആവിയായിട്ട് നമുക്ക് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ കംപ്ലൈന്റ് അയക്കണ തെർമോസ്റ്റാറ്റ് ഇതാണ്. ഈ സാധനമാണ് കട്ടാവാതിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുമോ നോക്കണം, അല്ലെങ്കിൽ മാറ്റിക്കളയണം. ഇതാണ് അവസ്ഥ. ഈ പോയിന്റ് വിടണില്ല, അതാണ് നോക്കണ്ടേ. അപ്പൊ ഇതാണ് ഇതിന്റെ കോണ്ടാക്ട് പോയിന്റ്, ഈ കാണുന്ന ഭാഗം. അത് തീരെ ഗ്യാപ്പ് കുറവാണ്. ഞാൻ ഇപ്പം അയച്ചപ്പോൾ ഒരു പേപ്പർ കനം മാത്രമേ ഉള്ളൂ. അത് വിട്ട് കഴിഞ്ഞാൽ തന്നെ അത്രയും ഗ്യാപ്പേ ഉണ്ടാകുള്ളൂ. അതവിടെ ശരിക്കും കാർബൺ പിടിച്ച് ഇങ്ങനെ സ്പാർക്ക് അടിച്ച് ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതേ രീതിയിലുള്ള നീഡിൽ ഫയൽ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫയലാണ്, നീഡിൽ ടൈപ്പിൽ. ഇതിപ്പോൾ അവിടെ കയറി ചെല്ലും ആ ഗ്യാപ്പിൽ. നേരത്തെ ഒരു പേപ്പർ മാത്രമേ കയറി ചെല്ലാറുള്ളൂ. ഇപ്പോൾ ഇത് ഈ ഭാഗത്ത് കയറി ചെല്ലും. ഇതേ രീതിയിൽ ഫയൽ ചെയ്ത് അത് ക്ലീനായി. അപ്പോൾ ഉണ്ടോ, ഇത്രയും ഗ്യാപ്പിൽ അങ്ങ് വിടുന്നുണ്ട്. അത്രയും ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. ഇതാണ് അതിന്റെ പ്രശ്നം. നീഡിൽ ഫയൽ ഉപയോഗിച്ച് നമ്മൾ ഈ കോണ്ടാക്ട് പോയിന്റ് ഇപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫയലിന് ഇച്ചിരി കനം കൂടുതലായതുകൊണ്ട് ആ കോണ്ടാക്റ്റിന്റെ ഗ്യാപ്പ് ഇപ്പം കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അതൊന്ന് അടുപ്പിച്ച് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഇവിടെ ഇതേ രീതിയിലാണ് നിൽക്കുന്നത്. ഈ ഭാഗം കോണ്ടാക്ട് പോയിന്റാണ്. പിന്നെ ചെറിയൊരു തകിട് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട് താഴത്തേക്ക്. ഈ ഭാഗം താഴത്തേക്ക് കുറച്ച് വളഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ നീഡിൽ ഫയലിലൂടെ ഇട്ട് ക്ലീൻ ചെയ്ത സമയത്ത്. അപ്പോൾ ഇത് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഈ മുകളിലത്തെ പീസ് മുകളിലേക്ക് പൊങ്ങിപ്പോയിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിന്റെ ഗ്യാപ്പ് കൂടിപ്പോയി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ അടിയിലത്തെ പീസ് കുറച്ച് മുകളിലേക്ക് പോയിട്ട് ഈ കോണ്ടാക്ട് പോയിന്റ് കറക്റ്റായിട്ട് സീറ്റിംഗ് വരാൻ പാകത്തിന് അത് കറക്റ്റ് ചെയ്ത് വെക്കുക. ഇതിന്റെ വളവ് കറക്റ്റ് ചെയ്ത് നിവർത്തി വയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു mm ഗ്യാപ്പ് കിട്ടിയാൽ മതി. 1 mm ഗ്യാപ്പ് കിട്ടാൻ പാകത്തിന് പീസ് മുളച്ച് വയ്ക്കുക. അപ്പോൾ ഇത് വിട്ട് കഴിയുമ്പോൾ ഇവിടെ ഒരു 1 mm ഗ്യാപ്പ് വന്നു. അതേ രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. നമ്മൾ ഈ ഗ്യാപ്പ് കറക്റ്റ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഗ്യാപ്പ് നന്നായിട്ട് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടെമ്പറേച്ചർ എത്തുമ്പോൾ തെർമോസ്റ്റാറ്റ് കട്ടാവും. പക്ഷെ കൂടുതൽ തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും ഓണാവുള്ളൂ. അപ്പോൾ അയൺ ബോക്സിനൊരു ഒരേ രീതിയിലൊരു സ്റ്റെബിലൈസ് ചെയ്തുള്ളൊരു ടെമ്പറേച്ചർ നിലനിർത്താൻ പറ്റില്ല. ആദ്യം കുറച്ച് നന്നായിട്ട് ചൂടാവും, പിന്നെ കുറേ അങ്ങ് തണുത്ത് പോവും, അങ്ങനെ വരും. അത് ഒഴിവാവണമെങ്കിൽ ഈ ഗ്യാപ്പ് ഈ 1 mm വരെ വരുത്താമുള്ളൂ. അപ്പോൾ നമുക്ക് അയൺ ബോക്സ് റീഫിറ്റ് ചെയ്യാം. ഇതിന്റെ ഈ ഭാഗത്ത് 2 കാലുണ്ട്. അത് ഈ ഹോളിലേക്ക് ആദ്യം കയറ്റണം. എന്നിട്ട് ഈ റബ്ബർ വാഷർ ഒന്നും കളയരുത്. ഇത് കൃത്യമായിട്ട് ഇവിടെ വെച്ചിട്ട് അത് ഇവിടെ വന്ന് സീറ്റിംഗ് ആവാനുള്ളതാണ്. ഇതിലെ വെള്ളം ലീക്ക്, റബ്ബർ വാഷർ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ലീക്കാവും. ഇത് ഇതേ രീതിയിൽ ഈ ഹോളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത്രേ ഉള്ളൂ. ആദ്യം ഈ സ്ക്രൂ ആണ് നമുക്ക് മുറുക്കി കൊടുക്കേണ്ടത്. ഇത് ആ പ്ലേറ്റിലേക്ക് നേരിട്ട് കയറിച്ചലിനെ അതാണ് ആദ്യം മുറുക്കേണ്ടത്. ഈ നോബിന്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ സ്പ്രിംഗ് ആക്ഷനുള്ള രീതിയിൽ ഒരു കമ്പി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ കമ്പി ഈ നോബിന്റെ ഈ
റൗണ്ടിലുള്ള ഈ ഭാഗത്തോടെ തെന്നി മാറുമ്പോഴാണ് നമുക്ക് ഈ നോബ് തിരിക്കുമ്പോൾ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി കൊടുത്തേക്കണ ഒരു സംവിധാനങ്ങൾ. ഒരു ഇതേ രീതിയിൽ ചെറിയ സൗണ്ട് കേൾക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ നോബിനകത്ത് ഒരു 3 കാലുണ്ടായിരുന്നു. ഈ ഭാഗത്തുള്ള കാല് നേരത്തെ അഴിച്ചപ്പോൾ ഒടിഞ്ഞു പോയതാണ്. ഈ ക്ലിപ്പിംഗ് ഇതാണ് ഈ റൗണ്ടിൽ പ്രസ്സായി നിൽക്കുന്നത്. ഒരു കാല ഒടിഞ്ഞു പോയതുകൊണ്ട് ചെറിയൊരു ഇളക്കം ഉണ്ടാകാനും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിന്റെ താഴെ വരുന്നതാണ് ഈ പീസ്. ഇത് വരുന്നുണ്ട്, അത് ഇതേ രീതിയിൽ ഇവിടെ ഇറങ്ങി വരും. ഇത് നേരെ ഇങ്ങനെയാണ് നമ്മൾ അതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. ഇവിടെ റെഗുലേറ്ററിലേക്ക് തിരിയുന്ന പോലെ നോബിന്റെ ഹോള് ഉണ്ട്, അതാണ് നേരെ അങ്ങനെ ഇട്ടാൽ മതി. നോബ് നമ്മൾ ഇതിനകത്ത് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു കാല് പോയതിൻ്റെയാണ് ഒരു ചെറിയ ഇളക്കം, എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ കറക്റ്റ് ഇതാണ്. ഇപ്പം അത് തിരിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടോ, അത് ആ കമ്പി അകത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ സൗണ്ട് കേൾക്കുന്നത്. ഇപ്പോൾ ഓഫാണ്. വീണ്ടും ഓഫായി. ഇനി നമുക്ക് ഈ പിൻ ചെയ്യുന്ന ഇത് ഈ നോബോട് കൂടി ഇത് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. ഇതാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്നത്. ഇനി ഈ കവറ് ആണ് നമുക്ക് ഇറക്കി വെക്കേണ്ടത്. ഇത് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ക്രൂ എന്ന് പറഞ്ഞ സ്ക്രൂ ഇവിടെ നമുക്ക് ഇടണം. ഈ വയർ ഈ സ്ലോട്ടിൽ പോലെ കറക്റ്റായിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ കവർ അടയ്ക്കാം. കവർ കറക്റ്റായിട്ട് സീലിംഗ് ആയി. ഈ വയർ ഇതേ രീതിയിൽ തിരിയാൻ പാകത്തിനാണ് അവിടെ കിടക്കേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ സ്ക്രൂ ഇട്ടാൽ മതി. ഈ ഫ്രണ്ട് സൈഡ് ആദ്യം ഇറക്കി വിട്ടിട്ട് നമ്മൾ ഈ സ്പ്രിംഗ് ഉണ്ടാക്കിയ ഭാഗം കമ്പി ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. ഇപ്പം ഇത് അങ്ങനെ ഇറങ്ങിയില്ല. ഇത് പതുക്കെ പ്രസ് ചെയ്ത് ഇതിനകത്തേക്ക് ഇറക്കി വിട്ടാൽ മതി. ഇതോടെ പ്രസ് ചെയ്യണം. അതെ, സ്വിച്ച് കറക്റ്റായിട്ട് അവിടെ ഇതായി. ആ ഒരു കമ്പി അവിടെ ഇല്ലെങ്കിൽ ഈ സ്വിച്ച് തെറിച്ചും പോരും. നമ്മുടെ അയൺ ബോക്സിന്റെ പണിയെല്ലാം തീർന്നു. ഇനി നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്യാം. ഇപ്പോൾ ഓഫ് പൊസിഷനിലാണ് ഇത് നിൽക്കുന്നത്. നോബ് തിരിച്ചു നോക്കാം. ഓക്കെ, ഓണായിട്ടുണ്ട്. ഇപ്പൊ കട്ടാവുന്ന നോക്കാം. ചെറിയ ചൂട് ഇപ്പൊ ഇട്ടിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ അയൺ ബോക്സിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.